Hello friends, very good morning. See, International Economics, previous year question paper. Okay, നമ്മൾ ഇൻ്റർനാഷണൽ എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ വൈസ് അനാലിസിസ് ഫോർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് തറോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ട് എ ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ഫോർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് ആ വീഡിയോ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ പാർട്ട് ബി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നുള്ള ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ചാപ്റ്റർ വൈസ് അനാലിസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ എക്കണോമിക്സ് അത്യാവശ്യം പഠിക്കാനുണ്ട്. 5 പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. കൺസെപ്റ്റ്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനുണ്ട്. തിയറി ഉണ്ട്, ഫിഗറൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, യു ക്യാൻ ഈസിലി സ്കോർ ഹൈ മാർക്സ് ഇൻ ദിസ് പേപ്പർ, നോ ഡൗട്ട്. അത്യാവശ്യം എഫേർട്ട് എടുക്കണം, നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, റിവിഷൻ നടത്തണം. ഓക്കെ, നമുക്ക് ഉറപ്പാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക, ഏതെല്ലാം ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആൻഡ് പാർട്ട് ഡി നമ്മൾ തറോ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ കോൺഫിഡൻസോട് കൂടി പോവുക, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, ഇൻ്റർനാഷണൽ എക്കണോമിക്സ് അത്യാവശ്യം പഠിക്കാനുണ്ട്. അത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. ചാപ്റ്റേഴ്സൊക്കെ സിമ്പിളാണ്, ബട്ട് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒത്തിരി ഏരിയ ഉള്ളത് കൊണ്ടും കൺസെപ്റ്റ്സ് ഉള്ളത് കൊണ്ട് റിവിഷൻ ഒത്തിരി നടത്തണം. ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ മനസ്സിലുണ്ടാവും ആ തിയറി ഉണ്ടാവുന്നു. പക്ഷേ വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലിങ്ങനെ പറയുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഒത്തിരി റിവിഷൻ നടത്തുമ്പോൾ, എഴുതി പഠിക്കുമ്പോൾ, ഫിഗറൊക്കെ വരച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻസ് ഇല്ലാതാവും, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വളരെ ഉഷാറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ഇത്ര സിമ്പിളാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, മനസ്സ് വെച്ചാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവും. ഞാനത് ഗ്യാരണ്ടി തരാണ്. ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറയും. ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ പാർട്ട് എയിൽ വിശദമായിട്ട് ചാപ്റ്റർ വൈസ് അനാലിസിസ് ചെയ്തതാണ്. Here my humble request is that listen very carefully and you must watch the entire video. Don't skip some parts. Okay? Let me start our previous year question paper analysis on international economics. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. സി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഫോറിൻ ട്രേഡ് ആസ് എൻജിൻ ഓഫ് ഗ്രോത്ത് ഈസ് റിമാർക്ക്ഡ് ബൈ. ഫോറിൻ ട്രേഡ് ഈസ് റിഗാർഡഡ് ആസ് ദി എൻജിൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഓപ്ഷൻ എ സാൽവറ്റോർ, ഓപ്ഷൻ ബി ലിയോണ്ടിഫ്, ഓപ്ഷൻ സി റോബർട്ട്സൺ, ഓപ്ഷൻ ഡി ആഡം സ്മിത്ത്. നമുക്കറിയാം ആഡം സ്മിത്ത് സ്ട്രോങ്ലി ഫേർവേർഡ് ഫോർ ഫ്രീ ട്രേഡ്. ബട്ട് ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സി, റോബർട്ട്സൺ. റോബർട്ട്സൺ ആണ് ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ആൻ എൻജിൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. Second question, autarky is a state of autarky. Autarky simply means closed economy. That is self-sufficient economy which doesn't need either exports or imports. Okay. See here, the correct option is option B, no trade between nations. Okay. ഞാനൊന്ന് സ്പീഡായിട്ട് പറയാണ്, നിങ്ങൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻസ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. You can see the question paper here. Right. Now third question, according to O'Hillin, international trade arises owing to the following reason. Modern theory of international trade, it is also known as factor endowment theory. Okay, absolute advantage theory, comparative advantage theory, opportunity cost theory and Burton-O'Hillin theory or modern theory of international trade. Must refer to that area. The correct option here, option A, differences in factor endowments. Okay, very simple to understand. Fourth one, Adam Smith argued in favor of free trade. Okay, mercantilist in the views and the strong nation, and they also promoted exports and regulated import. Trade restriction is there. Okay, but see, Adam Smith 100% strongly supported free trade. Then fifth one, who is known as the watchdog of international trade? Here, option D, WTO, World Trade Organization. Must refer to the areas like, IMF. Then similarly, SAARC, ASEAN, NAFTA, and so on, European Union. Their headquarters, their publications, and their founding year, and so on. WTO, headquarters Geneva, 1st January 1995. NAFTA, 1st January 1994. Okay. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ടൈപ്സ് ഒത്തിരി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണത്.
See, sixth question, tariff is an important instrument of trade. Tariff, that come under theory of commercial policy. Here, option A, regulation, option B, control, option C, protection, option D, promotion. Here, right option is protection. It is the just opposite of free trade. Export tariff, import tariff, ad valorem tariff, specific tariff, etc. So here correct option C, protection. Seventh one, when was ASEAN formed? ASEAN, Association of Southeast Asian Nations, 10 members, 10 countries group is an example for economic integration. That is also come under, module 3. This module is very, very important, very simple module that we have already discussed. Here, option A, 1967. Isn't it? These areas in the questions you can expect. Then the eighth one, the deliberate reduction in the value of domestic currency is called, here, option C, devaluation. Here, keyword is deliberate reduction. Government, central bank, മനഃപൂർവ്വം ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം കുറക്കുകയാണെങ്കിൽ അതിനെ devaluation. Suppose it is happened on account of, free play of market forces like demand and supply, then it is known as depreciation. And you also refer to appreciation and revaluation. You can expect, very short answer, paragraph type questions and also multiple choice questions. Very, very important area. So here the right option is devaluation. Why? Deliberate reduction. Here, that come under chapter 4, foreign exchange. Right. See, ninth question, the balance of exports and imports of services and transfer payments is called. See, that is also come under, balance of payments, chapter 5. The balance of exports and imports of services and transfer payments. Balance of payment, current account, capital account and official settlement account. Current account, you can say balance of trade and balance of invisibles. Two accounts there. I will separate a video. Balance of payment, balance of trade, structure of balance of payment, disequilibrium and so on. Similarly, devaluation, revaluation, appreciation, depreciation, foreign exchange market, foreign exchange rate. Okay. Ninth question is that it is a little bit tricky question, but nalla oru brain ningal use cheyanengil valare pettanna answer namakku kandathan pattum. Valare simple aayittu namakku deal cheyan pattum. See, the balance of exports and imports of services, that is invisible items. Here, balance of invisible trade, that is the correct option. Option A. Option B, balance of visible trade, that is trade account, balance of trade. അവിടെ എന്താണ് export and import of goods, merchandise goods only. That is visible items only. But നമ്മുടെ question എന്താണ്? The balance of exports and imports of services and transfer payments that come under, current account ആണ്, but current account ile balance of invisibles. Right. I will do a video, separate video in that area. 10th question, the price at which two currencies exchange is called. Very simple, option B, that is the correct option, exchange rate. See, one dollar, rupees 72 is equal to $1. That means, we need rupees 72 to purchase $1. That is, exchange rate between Indian rupee and the US dollar. Very simple. ഇവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റും. ദെൻ 11th ക്വസ്റ്റ്യൻ, the headquarter of WTO, World Trade Organization, is in, ഓപ്ഷൻ സി, ജനീവ. സ്വിറ്റ്സർലാൻഡിലെ ഒരു സിറ്റിയാണ് ജനീവ. സ്വിറ്റ്സർലാൻഡിലെ ക്യാപിറ്റൽ അല്ല കേട്ടോ, സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റൽ ബേൺ ആണ്. ഓക്കെ, സൂറിച്ച് ഉണ്ട്, ജനീവ ഉണ്ട്, അതൊക്കെ സ്വിറ്റ്സർലാൻഡിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റീസ് ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, IMFൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? വാഷിങ്ടൺ DC. യൂറോപ്യൻ യൂണിയൻ്റെ, ബ്രസൽസ്, നമ്മുടെ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. ഓക്കെ, അതുപോലെ സാർക്ക്, ആസിയാൻ ഒക്കെ കണ്ടെത്തുക, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഫൗണ്ടിങ് ഇയേഴ്സ് ഒക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. IMF, വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ ഹെഡ്ക്വാർട്ടർ വരുന്നത് വാഷിങ്ടൺ DC ആണ്. ഓക്കെ. See, 12th question, a systematic record of all transactions between the residents of one country and the rest of the world. Very, very simple, option A, balance of payments. Goods in visible items in export and import anengil balance of trade. Invisible items anengil balance of invisibles, that is services. Balance of invisible, balance of trade, ഒരുമിച്ച് വന്നാൽ എന്തായി? കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് കമ്പൈൻ ചെയ്താൽ എന്തായി? ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. ഓക്കെ,
നമുക്ക് വളരെ കണക്റ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയയാണ്. പല കുട്ടികളും ആ ഒരു ടോപ്പിക്ക് ടഫാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഡോണ്ട് വറി, ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ബട്ട് വി മസ്റ്റ് യൂസ് അവർ കോമൺ സെൻസ് here. Okay, that is topic is very simple. Okay friends, now we can discuss very short answer type questions. Here simple questions, explain labor theory of value. Labor theory of value, it is actually propounded by Adam Smith, and that concept extensively used by Karl Marx as well. We know that labor theory of value, that is the price or value of a product that should be based on the content of labor power, socially necessary labor content. That is labor theory of value. That is also very important in the theories of comparative advantage theory, absolute advantage theory, classical theories on international trade. Okay, about 2 mark അല്ലെങ്കിൽ 3 marks നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ഫോക്കസ് ചെയ്യും. Very short answer type question. Now 14th question, what is net barter terms of trade? That is come under chapter 1, Introduction to International Economics. Terms of trade, that is ratio between the price of exported goods and the price of imported goods. That is an improvement in terms of trade. We need to understand like that. And also different types of terms of trade, gross barter terms of trade, net barter terms of trade, and so on. See, 15th question, define factor endowment. That is based on Escher-Ohlin theory, HO theorem. Factor endowment, that is labor rich nations should export labor intensive products and will import capital intensive products. Next question, explain absolute advantage. That is propounded by Adam Smith. Absolute advantage theory, isn't it? Why international trade? Free trade in endukondu ennulladinu oru answer aanu. That is those nations who are participating in international trade will get benefit. Both nations will be benefited from trade. That is an absolute advantage. ഒരു രാജ്യത്തിന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രോഡക്ട്സിൽ സ്പെഷ്യലൈസ് ചെയ്യുക, ആ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുക, ഏറ്റവും ഡിസ്അഡ്വാൻറ്റേജ് ഉള്ള പ്രോഡക്ട്സ് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, എക്സ്ചർ-ഓഹ്ലിൻ തിയറി, അതിൻ്റെ കറക്റ്റ് ക്രക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ബേസ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്രക്സ് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് എഴുതി പഠിക്കണം. അതാണ് കാമ്പ്. ആ കാമ്പ് കൊടുത്തിട്ട് വേണം നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. എസ് ആകുമ്പോൾ ഫിഗറൊക്കെ കൊടുത്ത് അനലൈസ് ചെയ്യുക. റൈറ്റ്. The next question, briefly explain SAARC. That is come under theory of commercial policy, chapter 3. SAARC, WTO, ASEAN, NAFTA, IMF. ഈ ഏരിയാസ് നല്ല രീതിയിൽ മനസ്സിലാക്കാം. Then define import quota. Quota, it is also non-tariff trade barrier. That is export quota, import quota, selective quota, and global quota. These are the concepts we needed to discuss. Next question, what is mean by overvaluation? Overvaluation and undervaluation, that is also related to appreciation and depreciation, in which RBI or central bank is trying to stabilize the currencies. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് revaluation and appreciation, devaluation and depreciation, overvaluation and undervaluation. ഈ കൺസെപ്റ്റ്സ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ. 20th question, what is managed float? Exchange rate system. How can we determine the exchange rate? You can see fixed exchange rate system, flexible exchange rate system, and also managed float exchange rate system. 1993 ശേഷം ഇന്ത്യ ഫോളോ ചെയ്യുന്ന മാനേജ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ബട്ട് ഇൻ എക്സ്ട്രീം വോളാറ്റിലിറ്റീസ് ദ സെൻട്രൽ ബാങ്ക് ഓർ ദ ഗവൺമെന്റ് വിൽ ബി ഇന്റർവീൻഡ് ഇൻ ദ മാർക്കറ്റ് ടു സ്റ്റെബിലൈസ് ദി ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, മാനേജ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ആൻഡ് ഓൾസോ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഈ ടോപ്പിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുക. Then 21st question, explain foreign direct investment, FDI. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ടോപ്പിക്ക് എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഒരു ഫോറിൻ കമ്പനീസ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ, അതിൻ്റെ കമ്പനീൻ്റെ മാനേജ്മെൻറ്റിലൊക്കെ ഇടപെടുകയാണെങ്കിൽ FDI. സെക്കൻഡറി മാർക്കറ്റിലെ ഷെയർസ്, ഡിബഞ്ചേഴ്സിൽ, ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. This actually come under capital inflows. That is come under chapter 5 as a part of balance of payments. Balance of payments inde capital account il varuna bhagangalanu the capital inflows and capital outflows. Okay. See, 22nd question, write a note on IMF, International Monetary Fund.
headquartered at Washington, D.C. India, one of the founding members of IMF, and that is also, providing short-term loans to rectify or to settle balance of payment disequilibrium. And you can also mention, SDR, special drawing rights, that is also come under IMF. Okay. 23rd question, what is mean by currency convertibility? Currency convertibility, that means, you have the easiness or freedom to convert your currency into foreign currency. For example, you can convert, Indian rupee into dollar, Indian rupee into British pound, etc. Then currency convertibility, we have two types here, current account currency convertibility and also capital account currency convertibility. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്, താരാപൂർ കമ്മിറ്റി, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. ഓക്കെ, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത നമുക്കറിയാം നോർത്ത് കൊറിയൻ്റെ കറൻസി വോൺ ആൻഡ് ക്യൂബൻ കറൻസി പെസോ, ദീസ് ആർ ആക്ച്വലി റെസ്ട്രിക്റ്റഡ് കറൻസി ഓർ ബ്ലോക്ക്ഡ് കറൻസി. ആ കറൻസീസ് നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഉണ്ട്, ബട്ട് നോട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. റൈറ്റ്. 24th question, define inter-regional trade. നമ്മൾ ചാപ്റ്റർ വൈസ് അനാലിസിസിൽ ചാപ്റ്റർ 1 അനലൈസ് ചെയ്ത ഭാഗങ്ങളാണ് internal trade or external trade, domestic trade or foreign trade, or inter-regional trade or international trade. Now we can discuss, paragraph type question. Here we can see very simple questions. 25th question, examine the components of balance of payments. That area come under, chapter 5. Balance of payments components, you can see current account, where you can see balance of trade and balance of invisibles. And another component is that, capital account, and also maybe you can add official settlement account, that is also part and parcel of capital account. നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ, എസ്പെഷ്യലി ദ ലേറ്റസ്റ്റ് ഡാറ്റ ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യേണ്ട ഭാഗമാണ്. ഓക്കെ, സ്ട്രക്ചർ ആൻഡ് കോമ്പണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്, അതിൻ്റെ ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. റൈറ്റ്. Now 26th question, briefly analyze the Mint parity theory of exchange rate determination. Chapter 4. Exchange rate determination, there are three important theories. Mint parity theory or purchasing power parity theory, where we need to discuss, absolute purchasing power parity theory and relative purchasing power parity theory. Gustav Gazel, another Swedish economist. Purchasing power. ഇവിടെയൊക്കെ നിങ്ങൾ തിയറി മനസ്സിലാക്കുമ്പോൾ ആ ടേം നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പർച്ചേസിങ് പവർ പാരിറ്റി. ഞാനൊരു എക്സാമ്പിൾ പറയാം. അമേരിക്കയിൽ $1 കൊണ്ട് ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ കഴിയും. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് $1 ഈസ് ഈക്വൽ ടു 1 ആപ്പിൾ ജ്യൂസ്. റൈറ്റ്. ഇന്ത്യയിൽ അതേ ആപ്പിൾ ജ്യൂസ് കുടിക്കണമെങ്കിൽ 60 രൂപ വേണം. ദാറ്റ് ഈസ് പർച്ചേസിങ് പവർ ഓഫ് റുപ്പി ഈസ് ബൈ an apple juice, then you will need to pay 60 rupees. Then exchange rate here, rupees 60 is equal to $1. Why? $1 എന്ത് വാങ്ങാൻ കഴിയുന്ന ആ കപ്പാസിറ്റി നമുക്ക് ഇന്ത്യയിൽ കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 60 രൂപ കൊടുക്കണം. ഇങ്ങനെ ഓരോ ലോജിക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിൽ കയറും ചെയ്യും, ഓർത്ത് വെക്കാനും കഴിയും. കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കിയിട്ട് പഠിക്കുക, ധൈര്യപൂർവ്വം എക്സാം അറ്റൻഡ് ചെയ്യുക. 27th question, define foreign exchange market. What are the important functions of foreign exchange market? Foreign exchange market, is the place where, buying and selling of different foreign currencies or trading of foreign currencies. Then, functions of foreign exchange market, that is also very, very huge. Their role is very decisive in international trade, especially in modern era. Okay, where, international trade is regarded as an engine of economic growth. Okay, you can explain all these areas. Now, 28th question, explain the main arguments in favor of free trade. That topic is come under, chapter 3, theory of commercial policy, free trade, arguments and counter arguments. That is, arguments for, arguments against. Similarly, protectionism, arguments for protection and arguments against protection. Right. See, 29th question, explain Leontief paradox in the context of Escher-Ohlin theory. Escher-Ohlin theory in ഒരു empirical study conduct ചെയ്തതാണ് വാസ്ലി ലിയോണ്ടിഫ്, റഷ്യൻ ബോൺ അമേരിക്കൻ എക്കണോമിസ്റ്റ്, നൊബേൽ പ്രൈസ് വിന്നറാണ് അദ്ദേഹം. തിയറി പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിരോധാഭാസമാണ്. കാരണം എസ്ചർ-ഓഹ്ലിൻ തിയറി എന്താണ് പറഞ്ഞത്, അതിൻ്റെ കോൺട്രഡിക്ഷൻ ആണ്, അതിൻ്റെ പാരഡോക്സ് ആണ് ആർക്ക് കിട്ടിയത്? വാസ്ലി ലിയോണ്ടിഫ് കണ്ടെത്തിയത്.
കാരണം അദ്ദേഹം സ്റ്റഡി നടത്തിയത് അമേരിക്കയിൽ അല്ലേ 1947 ടു 1951 പീരീഡ്സിൽ അദ്ദേഹം സ്റ്റഡി നടത്തിയപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് ആണ്. കാരണം അമേരിക്ക ഈസ് നോൺ ഫോർ ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി. അതുപോലെ അമേരിക്ക ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഏതാണ്? ദാറ്റ് ഈസ് അമേരിക്ക ഈസ് നോൺ ഫോർ ലേബർ ഷോർട്ടേജ്. ബട്ട് ലിയോണ്ടിഫ് കണ്ടെത്തിയത് എന്താണ്? അമേരിക്ക ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റീസും അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ്. ഇത് എക്ഷർ-ഹൊയ്ലിൻ തിയറിൻ്റെ 100% കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, അതിൻ്റെ ഒരു അനോമലി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് അതിനെ ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. നൗ 30th ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ എക്കണോമിക്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇന്റർനാഷണൽ എക്കണോമിക്സ്, സബ്ജക്ട് മാറ്റർ ഓഫ് ഇന്റർനാഷണൽ എക്കണോമിക്സ്, ഡൊമസ്റ്റിക് ട്രേഡ്, ഫോറിൻ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. പക്ഷേ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് 2 മാർക്കായിട്ടും 5 മാർക്കൊക്കെ ആയിട്ട് ഏത് ഏരിയാസ് നിന്ന് വരുന്നുണ്ട്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് ആ ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ലാഘവത്തോട് കൂടിയിട്ട് അത് അങ്ങ് മാറ്റി വെക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഇൻഡോ റീജിയണൽ ട്രേഡ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്? ഡൊമസ്റ്റിക് ട്രേഡും ഫോറിൻ ട്രേഡിൻ്റെ സിമിലാരിറ്റീസ് പ്ലസ് ഡിഫറൻസസ് നല്ല രീതിയിൽ പഠിച്ചു വെച്ച് അഗെയിൻ മൊഡ്യൂൾ ഫസ്റ്റ്. Now 32nd question, briefly explain the absolute advantage theory of international trade. നമ്മുടെ ആഡം സ്മിത്തിൻ്റെ തിയറി, നമ്മൾ ക്ലാസിക്കൽ പെർസ്പെക്റ്റീവിൽ വരുന്ന തിയറി. ഇറ്റ് ഈസ് ടോട്ടലി എഗെയിൻസ്റ്റ് ദ മെർക്കൻറ്റലിസ്റ്റ് വ്യൂസ് ഓൺ ഇന്റർനാഷണൽ ട്രേഡ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി 2 മാർക്കിന് വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ പറഞ്ഞു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്താണെന്ന്. ചാപ്റ്റർ വൈസ് അനാലിസിസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്യാം. Now we can discuss part D as a type question. 33rd question, what are the important causes for BOP disequilibrium? Suggest measures to correct disequilibrium in balance of payment. That is come under chapter 5. Very important area. I will upload a separate video, don't worry. Here we need to understand the meaning and definition of balance of payment, then structure of balance of payments, current account, capital account, official settlement account, then balance of payment disequilibrium. Balance of payment disequilibrium, that means we need to consider both balance of payment surplus and also balance of payment deficit. Then how can we rectify BOP surplus? Then what are the measures that we needed to rectify BOP deficit? That is also very important. And also BOP crisis and so on. Right. Then 34th question, briefly explain various theories of exchange rate determination. 5 markil Mindy Patty theory chodichu. Again, you can see essay type വരുന്നുണ്ട്. That is Mindy Patty theory, purchasing power Patty theory, modern theory. There are 3 important theories associated with foreign exchange rate determination. Very important. 35th ചോദ്യം, examine foreign direct investment in India, analyze its merits and demerits. Foreign capital inflows. That is come under 5th module, come under balance of payment. We need to consider meaning and definition of FDI, FII or FPI, merits and demerits and India's position. That is also very important. Now last question, 36th question, critically examine the modern theory of international trade. That come under 2nd module, theories of international trade. Exer-O'Hillin theory, factor endowment theory. Now we can wind up our discussion. These are the questions that we are going to face. ഓക്കെ, ഈ ഏരിയാസിൻ്റെ ഒക്കെ പ്രത്യേകത റിവിഷൻ നടത്തുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ പതിയും. ഇന്റർനാഷണൽ എക്കണോമിക്സ് നിങ്ങൾക്ക് ആസ്വദിച്ച് പഠിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ധൈര്യസമേതം ഫേസ് ചെയ്യുക, നല്ല മാർക്കും സ്കോർ ചെയ്യുക. ഓക്കെ, സീ യു അഗൈൻ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.